വാൽപ്പാറ ദുരന്തം, ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ. വാൽപ്പാറ ദുരന്തത്തിന് ഇരകളായ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിട ചൊല്ലി. മലപ്പുറം പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ വിവിധയിടങ്ങളിൽ പൂർത്തിയായി. 3 പള്ളികളിലായാണ് 7 പേർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. സ്കൂളിലെ പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്തും ആശയുടേത് കുളത്തൂരിൽ വീട്ടുവളപ്പിലുമായാണ് നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. ഒരു നാട് കണ്ണീർ പുഴയായ കാഴ്ചയായിരുന്നു അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഇന്ന് കണ്ടത്. കണ്ണീരും വിലാപവും നിറഞ്ഞ ഒരു രാത്രി പിന്നിട്ട് പുലർച്ചെയായപ്പോഴേക്കും രാവിലെ തന്നെ പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പുലർച്ചെ വരെ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടതായി പൊള്ളാച്ചിയിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഏറ്റുവാങ്ങാനായി നാട് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ആരും പ്രേരിപ്പിക്കാതെ, ആരുടെയും നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ ജനക്കൂട്ടം വരിവരിയായി മൈതാനത്തിൻ്റെ ഓരം ചേർന്ന് നിന്നു. ഇതിനിടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ പലരും പലവട്ടം വിരുമ്പി. മലപ്പുറം പാങ്ങിലെ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് പ്രിയപ്പെട്ടവർക്ക് അവർ വിട ചൊല്ലുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് ആളുകൾ കണ്ടുനിന്നത്. പ്രിയ അധ്യാപകർക്ക് യാത്രാമൊഴിയാകാനായി യൂണിഫോമിലെത്തിയ പാങ്ങ് LP സ്കൂളിലെ കൊച്ചുകുട്ടികളായിരുന്നു വലിയ സങ്കടക്കാഴ്ച. 9 മണിയോടെ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള തമിഴ്നാട് ഹെൽത്ത് സർവീസിൻ്റെ ആംബുലൻസുകൾ സ്കൂളിൻ്റെ പടി കടന്നു. അപ്പോഴേക്കും അന്തിമോപചാരം അർപ്പിക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, മഞ്ചളാംകുഴി അലി MLA ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ നേതാക്കളും പന്തലിൽ എത്തിയിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ 1.5 മണിക്കൂറോളം എടുത്താണ് പൊതുദർശനം പൂർത്തിയാക്കാനായത്. മജീദ് മാസ്റ്റർ, ഭാര്യ റുഖിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ്ങ് മാട്ടാത്ത ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സജിതയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ്ങ് വലിയ ജുമാ അത്ത് പള്ളിയിലും സുഹറയുടെയും മകൻ ഹിഷാമിൻ്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലും നടന്നു. അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്തും ആശയുടേത് കുളത്തൂർ തറവാട്ട് വീട്ടിലുമാണ് നടന്നത്. അപകടം നടന്ന സമയം മുതൽ സംസ്കാര ചടങ്ങുകൾ വരെയുള്ള ആ ദൃശ്യങ്ങൾ കണ്ടാലും
13-ലാണ് ഈ ആക്സിഡൻറ്റ് നടക്കണത്. ഞാനെന്നാൽ നമ്മൾ 14-ലാണ്. നമ്മൾ 16-ാം വളവിൽ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് അന്നേരം അവിടെ സെൽഫി എടുത്തോല് ചായൻ്റെ ചെമ്പ് അതും ഇതൊക്കെ വരെ കയ്യിലുണ്ടായി. 16-ാം വളവിൽ നിന്ന് 14-ന്നാണ് ഞങ്ങൾ എത്തണത്. പിന്നെ 16-ന്ന് ഞങ്ങൾ തിരിഞ്ഞു പോരുമ്പോൾ പിന്നെ ഞങ്ങൾ ശബ്ദം കേൾക്കുകയാണ്. 14-ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ശബ്ദമാണ് കേൾക്കുന്നത്. 13-ൽ വെച്ചിട്ടാണ് ഈ വണ്ടി മറയണത്. പക്ഷെ ഇത് ഒരു 200ഓളം അടി താഴെക്കെന്തായി പോയി. വണ്ടി അവിടെ ഉള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി പോയി. കാരണം അത്രയും 200ഓളം അടി താഴത്തിലാണ് വണ്ടി കിടക്കണത്. കാരണം 13-ന്ന് വണ്ടി വീണിട്ട് 10-ലാണ് വണ്ടി കിടക്കണത്. 13-ന്ന് വണ്ടി വീണിട്ട് 10-ലാണ് കിടക്കണത്. കാരണം അവിടെ ഈ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒന്നിക്കലും ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ബ്രേക്ക് തെന്നിപ്പോയി. കാരണം അവിടെ ആ ഡിവൈഡർ അത്ര വലുപ്പമില്ല. ആ ഡിവൈഡർ വന്ന് വണ്ടി നേരെ താഴേക്കാ പോണത്. പക്ഷെ ആ സമയത്തൊരു ശബ്ദം കേട്ടു, വണ്ടിയിലുണ്ടായ ആളുകളുടെ ശബ്ദം. പിന്നെ കേൾക്കുന്നത് വണ്ടി വീണ ശബ്ദമാണ് കേൾക്കണത്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പോൾ പൊള്ളാച്ചി വഴി നമുക്ക് തിരിച്ചു പോരാന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഞങ്ങൾ എൻഫീൽഡിലാണ് പോയത്. അപ്പോഴാണ് ഈ സംഭവം നമ്മൾക്ക് ഇത് കണ്ടത്. പക്ഷെ ഭയങ്കര കഷ്ടമാണത്. അതിൽ ഒരു പെൺകുട്ടിക്ക് അതിന് മാത്രം പരിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകൾ കിടക്കുകയാണ്. അതിൽ കൂടുതൽ സ്ത്രീകളും എത്താവാൻ സാധ്യത കൂടുതലാണ്. ആ കണ്ട കാഴ്ചയിൽ നമ്മൾ കണ്ട കാഴ്ചയിൽ അതെ 16-ാം വളവിൽ ഞങ്ങളവിടെ സെൽഫി എടുക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ മുമ്പിൽ കൂടെ പോണേ. പിന്നെ ഞങ്ങൾ 14-ൽ എത്തുമ്പോഴാണ് നമ്മളൊരു ശബ്ദം കേൾക്കുന്നത്. 13-ന്നാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ മുന്നിലായിരുന്നു വാഹനം ഉണ്ടായിരുന്നത്? അതെ. ഞങ്ങളൊരു 4-5 വാഹനത്തിന് മുമ്പിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത്. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ആ റിപ്പോർട്ടറിന് ആ സമയത്ത് ഞാനത് അവിടെ വിളിച്ചു. ഞാൻ എൻ്റെ ഫോണെന്നല്ല വിളിച്ചത്. അത് അവിടെ ഉള്ള ഒരു ഫയർഫോഴ്സ് പോലീസിന്റെ കയ്യിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത്? ഇല്ല, ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം നമ്മളെ മുമ്പിൽ കയറി പോയി. കാരണം ഒരു വണ്ടി പോയി വേറൊരു വണ്ടി ഒപ്പരം പോകാനുള്ള സ്പേസ് അവിടെ ഇല്ല. ചെറിയ റോഡാണ്. വേറൊരു സ്പേസ് അവിടെ കാണുന്നില്ല. വണ്ടി കണ്ടാൽ ആരും കഴിച്ചിലാവില്ല. കണ്ടാല് എന്നിട്ട് പോലും ലാസ്റ്റ് സമയത്ത് ഫയർഫോഴ്സ് അവിടെ വന്നു പോലും കയറ് കെട്ടി ഇറങ്ങി ആ പ്രദേശത്തൊക്കെ പോലെ അരിച്ചു പിറക്കി. പക്ഷെ തമിഴ്നാടിന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ അവിടെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അവിടെ CI ആ സ്പോട്ടിൽ അവിടെ എത്തി. CI പിറകെ ഇന്നോടാ പറഞ്ഞേ എൻ്റെ വണ്ടി എടുത്ത് വാ. അങ്ങനെ ഇന്നോട് വണ്ടി എടുത്ത് വന്നിട്ട് ഇന്റെ വണ്ടിന്റെ ബാക്കിൽ കയറിയിട്ടാണ് പിന്നെ മൂപ്പര മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിന്ന് ഫയർഫോഴ്സ് ലൈറ്റ് ഇട്ട വണ്ടിയായിട്ട് താഴേക്ക് പോരുകയാണ്. ചെറിയ റോഡായതുകൊണ്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരുന്നു. അതെ, കൊണ്ടുപോകാൻ അപ്പത്തിന് തന്നെ താഴ്ന്നു മുകളിൽ ആംബുലൻസ് വന്നു. താഴ്ന്നുള്ള ആംബുലൻസ് 108 വന്നിട്ടുണ്ട്, മുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് എത്തുന്നത് അവിടെ ഫോറസ്റ്ററാണ്. പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ പറ്റിയോ? പെട്ടെന്ന് അവിടെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി. പക്ഷെ മാറ്റാൻ പറ്റുന്നതിലൊക്കെ ആ സമയത്ത് തന്നെ കുറെ സ്ത്രീകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ചാലിയത്താണ്, ഞാൻ ബേപ്പൂരാണ്. അപ്പൊ ഞാനവിടെ ടൂറായിട്ട് പോയതാണ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതാ പറയുന്നത്. അത് ഈ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ അവരെ എത്തിയ സമയം മുതൽ ഒരു റെസ്റ്റ് ഇല്ലാതെ അവർ പണിയെടുത്തിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് നമ്മളവിടെ പിന്നെ പോയ ഫസ്റ്റൊക്കെ തമിഴ്നാട് പോലീസ് നമ്മളോട് പറഞ്ഞു, നിങ്ങളോട് മാറിക്കുന്നുണ്ട്. ഞങ്ങൾ നാട്ടിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം, നാട്ടിലുള്ള ആളുകളെ വിളിക്കുകയാണ്, അപ്പോൾ അവർക്ക് വിവരം കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള ഈ നമ്മളെ നാട്ടിലുള്ള ട്രാവലറിന്റെ ഒരു മുലാളിനെ വിളിച്ചപ്പോൾ ഇന്ന സ്പോട്ടിലുള്ള വണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞു. അവനക്ക് ഞങ്ങൾ വണ്ടി നമ്പറൊക്കെ ആ സമയത്ത് ഞങ്ങൾ അയച്ചു കൊടുത്ത്. അന്നേരം ഞങ്ങൾ അയച്ചു കൊടുത്ത നമ്പറാണിത്. ഇതാണ് വണ്ടിന്റെ നമ്പർ. ആ നമ്പർ നമ്മൾ ആ സമയത്ത് തന്നെ ഇവർക്ക് അയച്ചു കൊടുത്ത് ഇതാരാണ് ഏവരാണെന്നുള്ളത് അറിയാനും വേണ്ടി. ഇല്ല, എന്റെ 2 വീലർ നമുക്കൊന്നും പിന്നെ കയ്യും കാലൊന്നും പൊന്തണില്ല. ഒരു നടക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇല്ല, എന്റെ ബാക്കിലാണ്ട്. അപ്പോ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, ആ ഒരു ഇത് വിട്ടിട്ടില്ല. എന്റെ പേര് ആരിസ്. ചാലിയത്ത്.
കാരണം അവിടെ സ്പേസ് ഇല്ല, അവിടെ സ്പേസ് ഇല്ല. ഓരോ വളവിലെത്തുമ്പോഴും ഓരോ ബോർഡുകൾ കാണാം. പക്ഷെ മുകളിൽ നിന്നൊരു വാഹനം കയറി വരികയാണെങ്കിൽ താഴ്ന്നൊരു വാഹനം ശ്രദ്ധിച്ചിട്ട് പോകണം. അത്രയും ഒരു ഡേഞ്ചർ ആയ സ്ഥലമാണ് അവിടെ. കാരണം പൊതുവെ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ആ വണ്ടികൾ അതിലെ വിടൽ കുറവാണ്. കാരണം അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി വിടുള്ളൂ. കാരണം നമ്മളെ വണ്ടി അവിടുന്ന് വിടുന്ന സമയത്ത് നേരത്തെ കേരളത്തിലെ ഒരുപാട് വണ്ടികൾ എന്തായിട്ടുണ്ട്, പെർമിഷൻ കൊടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നമ്മൾ മറ്റേ അതെ കാരണം നമ്മൾ വരുന്നതിന്റെ മുമ്പായിട്ട് 4-5 വണ്ടി കേരള വണ്ടിയൊക്കെ തിരിച്ചു വിട്ടു, ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിട്ടു. കാരണം അവർ പെർമിഷൻ ഇല്ല. പെർമിഷനുള്ള വണ്ടി മാത്രമാണ്, അത് ഓൺലൈനിലാണ് ആ പെർമിഷൻ എടുക്കുന്നത്, ആ സ്പോട്ടിൽ എടുക്കാൻ കഴിയില്ല. അത്ര ഒരു ഡേഞ്ചർ സോങ് ആയ സ്ഥലം ആയതുകൊണ്ടാണ്. വാഹനം കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ആ വളവെന്ന് വരുമ്പോൾ ശ്രദ്ധിച്ചു പോരണം. ശ്രദ്ധിച്ചു പോരാൻ ഡേഞ്ചറാണ്. കാരണം അതും മാത്രമല്ല അവിടെ കെട്ടിയിട്ടുള്ള കെട്ട് ഒരു ഹൈറ്റ് പോരാ. കാരണം അത് കുറച്ചൊന്നും തെങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വലിയൊരു ഇതിലേക്കാ പോണേ. താഴത്ത് ഒരു ഇതുമില്ല, ഒരു മരത്തിന് തടസ്സോ ഒന്നുമില്ല. ഒരു മരത്തിന്റെ ദൂരാണെങ്കിൽ ആ മരത്തുമല്ലെങ്കിൽ പിടിച്ചിക്കാൻ കഴിയും, അതൊന്നുമില്ല. നേരെ താഴേക്കാ പോണേ. ഉണ്ടായിരുന്നു. അവിടെ മലയാളികള് മറ്റേ കണ്ണൂരത്തെ ഒരു ടീമിനെ കണ്ടു. അതുപോലെ തന്നെ പാലക്കാടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ട്രാവലറിന്റെ ആളുകളാണ്. പക്ഷെ അവരൊക്കെ പരസ്പരം അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് കോഴിക്കോട് വണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ കോഴിക്കോട് വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോടുള്ള നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് ആ സ്പോട്ടിലാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള അതേ പറഞ്ഞേ. കാരണം നമ്മള് സംഭവിക്കാതായാലും സംഭവിച്ചു പോയി. പക്ഷെ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ ഇടപെട്ടു. അതൊക്കെ ഒരു വളരെ സെറ്റപ്പായിട്ട് ഒരു ഉണ്ടായ ആളുകള് സെറ്റായിട്ട് ഒരു കൈകാര്യം. ഫയർഫോഴ്സ് ലാസ്റ്റ് മുകളിൽ 3 ഉണ്ട്, താഴത്തും ഉണ്ട് ഫയർഫോഴ്സ്. താഴെന്നും വണ്ടിയിൽ ലൈറ്റും കെട്ടിങ്ങാണ്ട് പോരുന്നുണ്ട്, മുകളിൽ നിന്നും ലൈറ്റും കെട്ടി പോരുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസാണെന്നുണ്ടെങ്കിലും അല്ല, ഈ ട്രാവലർ ഇത് തിരിയാണിത്, ഇതിങ്ങനെ തിരിഞ്ഞാണ്. ഈ തിരിയണതില് ആ എയർപിന്നിൽ ഇത് തിരിയണതില് ഓനക്ക് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവില്ല, നിയന്ത്രണം പോയിട്ടുണ്ടോ ഓന്റെ. അപ്പൊ അത് 2 ടയർ മുന്നോട്ട് പോയാൽ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ വലിയൊരു കെട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഹെയർപിൻ വളവിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നു പോവോ? ഇല്ല. 200 അടി മുകളിലുണ്ടാവും. വാഹനം മറിഞ്ഞല്ലേ? വാഹനം കണ്ടാൽ ആ വളവുന്ന നേരെ താഴേക്കാ പോണേ. നിങ്ങൾ താഴെ ആയിരുന്നുണ്ട്, ഞാൻ മുകളിലാണ്. ഞങ്ങൾ 16-ാം വളവില് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. 16-ാം അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഒരു പാസ് ചെയ്ത് പോണേ. പിന്നെ ഞങ്ങൾ 13-ലെത്തിന്, അല്ല 14-ലെത്തിന്. 13-ാണിത് ഇത് സംഭവിക്കണത്. ഇത് 13 സംഭവിച്ചിട്ട് 10-ലേക്കാണ് ഇത് എത്തുന്നത്. 10 അല്ലെങ്കിൽ 11. അവരപ്പോ മുകളിൽ 16 അവിടെ നിർത്തുവോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഏത് ട്രാവലർ നിങ്ങൾ കണ്ടത്? അവർ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് അല്ലേ? ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാൻ 16-ല് ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് കണ്ടത്. ഇല്ല അന്നേരം സംസാരിക്കും. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായന്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായന്റെ പാത്രം ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ച ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് ഇപ്പം മനസ്സിലാകുന്നത് സോഫാർ 16 ആൾക്കാരാണ് പോയിട്ടുള്ളത്. അതിൽ 9 ആൾക്കാരുടെ ബോഡി പിന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 1-2 ആൾക്കാർ ഹോസ്പിറ്റലിൽ പൊള്ളാച്ചിയിൽ വലിയ തകരാറൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്, ചെറിയ കുട്ടികളൊന്ന്. പിന്നെ 3 ആൾക്കാർ നമ്മുടെ പിന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർ കണ്ടീഷൻ ഇത്തിരി സീരിയസ് ആണ്, അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മരിച്ച ആൾക്കാരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി തന്നെ പിന്നെ ആരംഭിക്കും. മലപ്പുറത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് നിന്നും അതിനുള്ള പിന്നെ സഹായങ്ങളൊക്കെ എത്തിയിട്ടുമുണ്ട്. ഇതാണിപ്പോൾ കിട്ടിയപ്പോഴുള്ള വിവരങ്ങൾ. പോകാത്ത അധ്യാപകരുടെ വീടുകളിൽ പോയിരുന്നു. പോകാത്ത അധ്യാപകരുടെ വീടുകളിൽ പോയിരുന്നു. അവരൊക്കെ വളരെ അപ്സെറ്റാണ്, അവർ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവർ പിന്നെ പോയ ആൾക്കാരുടെ പേരൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇത് പോകാത്തതുകൊണ്ട് ആ ഗ്രൂപ്പിൽ അവരുണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിവരം ഇവർക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം.
അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി അല്ല 16 ആൾക്കാരുടെ 14 ആൾക്കാരുടെ പേര് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ അതുപോലെ തന്നെ ഡ്രൈവർമാരും അത് കൂടിയ കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. ഇനിയും നോക്കുന്നുണ്ട്. അല്ല അതുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് 14 ഉള്ളൂ. പിന്നെ ഉള്ളൂ പേര് അവർക്ക് അറിയാത്തതുകൊണ്ട് നമ്മളെ ഇവിടെ പൊതുദർശനം അങ്ങനെ എന്തെങ്കിലും 2 ഡ്രൈവർമാരുണ്ട്. ഏതേ പൊതുദർശനം അങ്ങനെ എന്തെങ്കിലും അല്ല അത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ളവരൊക്കെയാണ് പോയിട്ടുള്ളത്. അവർ വന്നിട്ട് ഒരുമിച്ച് ബോഡികളെല്ലാം പിന്നെ വെക്കുന്ന അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ പല ഭാഗങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. നാട്ടുകാരുടെ ഒരു വലിയൊരു ദുഃഖമാണുള്ളത്. ഏകദേശം ഒക്കെ ഇവിടെ ഒരാൾ പിന്നെ മറ്റേ പുലാമന്തോടുണ്ട്, ഒരാൾ കുളത്തൂരുണ്ട്, പാലൂർ, അങ്ങനെയുള്ള പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പെർമനന്റ് ടീച്ചറായിട്ട് ഒരാൾ മാത്രമേ പോവാത്തുള്ളൂ. പെർമനന്റ് ടീച്ചറായിട്ട് ഒരാൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ള 2 ഗസ്റ്റ് അധ്യാപകരാണ്. ഉണ്ട്, ഒരാളുണ്ട്. ഒരാൾ അവരുടെ പിന്നെ കുട്ടിയുണ്ട്. അജിത ടീച്ചർ, HM, പിന്നെ ആശ ടീച്ചർ, സൂറ ടീച്ചറും മോനും, ഇഷാം എന്ന് പറഞ്ഞാൽ കുട്ടിപ്പൊരു 9ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും. പിന്നെ റമില ടീച്ചർ, പിന്നെ മജീദ് മാഷും ഭാര്യ റുക്കിയും, പിന്നെ നൗഷാദ് ഞങ്ങളെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ്. പിന്നെ ഗവൺമെൻറ് UP സ്കൂളിലത്തെ ടീച്ചർ ഷക്കീല ടീച്ചർ, പിന്നെ ടീച്ചറുടെ മോള് ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ ഞങ്ങളെ സാജിദ അറിയും, കുക്ക് ടീച്ചർ, അതും ഞങ്ങളെ കൂടെ നല്ല രീതി കുടുംബം പോലെ കഴിഞ്ഞൊരു സ്കൂളാണിത്. സാജിയുടെ മോന് ഷാഹിദിന്. ഈ കുട്ടികൾ 3 നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഈ പോയ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മുതിർന്നവർ എത്ര ആളാണ്? ഇവിടെയുള്ള എത്ര ടീച്ചർമാരുണ്ട്? ഈ സ്കൂളിൽ എത്ര ടീച്ചർമാരുണ്ട്? ടീച്ചർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ടീച്ചറെ മോള് ഇവിടെ പഠിച്ചതുമാണ്. അപ്പോൾ ഞങ്ങൾ ആ കമ്പനി അല്ല ടീച്ചർ ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലിൽ പോകുന്നതാണ് മസ്നീന്. മൊത്തം 13 ആളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 4:56 എനിക്ക് ബസ്സിൽ നിന്ന് ഒരു വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ മുഖമൊന്നും കാണില്ല. ട്രാവലറിൻ്റെ ഉള്ളത് വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ട്രാവലറിലാണ്, ഇവിടെ തന്നെ ആയിരിക്കും. ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ടീച്ചറാണ് അവർക്കുള്ള ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടുപോകണം. അതെ, എന്നാലും മടങ്ങായിരിക്കുന്നായിരുന്നു. അവർ പിന്നെ ഫുൾ പ്ലാനിങ് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അവർ അതിനായിട്ട് വേറെ ഗ്രൂപ്പും ഉണ്ടാക്കി. ഫുഡൊക്കെ ആതിരപ്പള്ളിയിൽ നിന്ന് ഫോട്ടോ വന്നു. പോയിട്ടുണ്ട്. പിന്നെയാണ് അവിടെ നിന്നാണ് ഒരു വാൾപ്പാറ അങ്ങോട്ട് മലക്കപ്പാറ പോകുന്ന പറഞ്ഞിരുന്നത്. വണ്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. മലക്കപ്പാറ വാൾപ്പാറ ആതിരപ്പള്ളിന്ന് ഒരു വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ 4:50 3:56 ഞങ്ങൾ സ്റ്റാഫ് ഗ്രൂപ്പിൽ HMന്റെ ഒരു സിംഗിൾ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:56. അപ്പോൾ ഇതിന് സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ ടീച്ചർ ബസ്സിൽ ഇരുന്ന് സെൻഡ് ചെയ്തതാവും ആ ഫോട്ടോ. അതിന് ശേഷമാണ് പിന്നെ വിളി. നമുക്ക് കുട്ടികളടക്കം 13 പേരാണ് ഉണ്ടായിരുന്നത്. 14 പേരുണ്ടാവും. ഡ്രൈവർ അടക്കല്ലേ? ഡ്രൈവർ അടക്കം 14 പേരുണ്ട്. അജിത ടീച്ചർ, റമില ടീച്ചർ, ആശ ടീച്ചർ, സുഹറ, സാജി, മജീദ് സാറ്, റുക്കിയ, നൗഷാദ് ഞങ്ങൾ ഡ്രൈവർ, ഷക്കീല UP സ്കൂളിലെ ടീച്ചർ, പിന്നെ അതുപോലെ ഹാഷിമ, ഷഹദിന്, മസ്നീനും ഈ 3 കുട്ടികളുണ്ട്. അങ്ങനെ 14 കുട്ടികളുണ്ട്. 14 ആളുണ്ട്. 14 പേരുണ്ടേ. മസ്നീനെ ഞാൻ അതിൽ എഴുതിയിട്ടില്ല. 12. പിന്നെ എടുക്കാം. ഇതൊന്ന് കറക്റ്റ് എണ്ണം കറക്റ്റാക്കി കിട്ടാം. 2 ഡ്രൈവർമാർ വരും. സ്കൂൾ ഡ്രൈവേഴ്സിന് ഡ്രൈവറും ഉണ്ടാവും. അതൊന്നുകൂടി എണ്ണം അത് പിന്നെ എടുക്കാം. അംബിക ടീച്ചറാണ്. അത് എണ്ണ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. യാത്രയിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞിട്ട് 12 ആളാണ്. 12 ആള് പേര്. പിന്നെ ഡ്രൈവറും 13 അല്ലേ വരിക? 13 നിങ്ങളൊന്നൊരു എണ്ണ. എൻ്റെ പേര് യശോദ എന്നാണ്. മറ്റു പേര് റസീന. ഇത് ഹസനത്ത് ടീച്ചർ. കുട്ടികളുടെ പേര് ഹലോ ടീച്ചറെ. ഷഹദിന് ഞങ്ങളുടെ ഡ്രൈവറും പിന്നെ ട്രാവലറിന്റെ ഡ്രൈവറും. ഷഹദിന് കുഴപ്പമില്ലാന്നാ പറഞ്ഞു ടീച്ചറെ. ഹിഷാമ
സൂറ ടീച്ചർ, ഞങ്ങൾ ശ്യാമ് സൂറ ടീച്ചർ പോവാതെ ഞങ്ങൾ പോലുണ്ട്. പക്ഷേ ഈ ശേഷം ആ ടീച്ചർക്ക് സുഖമില്ലാതെ ടീച്ചറെ ഞാനും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാതെ അല്ല. ഞാനും 9 വർഷമായി. എൻ്റെ ശേഷമാണ് സൂറ ടീച്ചറും ആശ ടീച്ചറൊക്കെ വന്നത്. അവർക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ് വേറെ സ്കൂളുകളിൽ നിന്ന്. ഞാനാണ് ഏറ്റവും ജൂനിയർ. ഇതിപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപിക അജിത ടീച്ചറല്ലേ? ആ ടീച്ചർ ഇപ്പോൾ എത്രയായി വന്നു? 2 വർഷമായിട്ടുള്ളൂ. പ്രധാന അധ്യാപികകൾ അജിത ടീച്ചർ 1 വർഷമുള്ളൂ ഇനി റിട്ടയർഡ് ആവാൻ. 2 വർഷം ആകെ 3 വർഷത്തിന് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി 1 വർഷം കൂടി ഉള്ളൂ. കണ്ടിട്ടില്ല ടീച്ചറെ. ഈ ചുറ്റുപാടുള്ള പ്രദേശവാസികളൊക്കെ തന്നെയാണല്ലേ ടീച്ചർമാർ? നമ്മളെ ഈ പാങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്. ടീച്ചർ കൊളത്തൂരുന്നുണ്ട്. ബാക്കി എല്ലാവരും പാലൂര്. ബാക്കി ഒരു ടീച്ചർ കൊളത്തൂരും. ബാക്കിയുള്ളവരൊക്കെ പാങ്ങിലുള്ളവർ തന്നെയാണ്. അങ്ങനെ പോവാറുണ്ട്. വണ്ടി സ്ഥിരം വിളിക്കുന്ന വണ്ടിയാണോ? ഇത് വിളിക്കാത്ത കാണാത്ത വണ്ടിയാണിത്. കാണാത്ത വണ്ടിയാണ്. നല്ല സൗഹൃദത്തിലായിരുന്നു അല്ലേ കുറെ കാലമായിട്ട്? പോലെ കഴിയുന്ന സ്കൂളാണിത്. ഇത്രയും സമയം സംസാരിക്കാം, അതോടെ ഇങ്ങോട്ട് വരാതെ തന്നെ ഇരുന്നത്. നമുക്കത് ഉൾക്കൊള്ളാൻ ഇതുണ്ടായിരുന്നില്ല. നമ്മൾ അത് ആദ്യം ഒരു 5:30 ശേഷം ഏകദേശം ഒരു 6 മണിയാവുന്നതിന് തൊട്ട് മുന്നെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അവരെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പം തമിഴ്നാട് പോലീസ് വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ആദ്യം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം 15 പേരുണ്ടെന്നുള്ളതായിരുന്നു. പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഡയറക്റ്റ് എസ് പിനെ കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് 13 പേരായിരുന്നു. അതിൻ്റെ 8 പേര് അവർ ചെന്നപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളതും. അതുപോലെ തന്നെ ഇതൊരു 13ാമത്തെ ഹെയർപിൻ വളവിന്ന് 9ാമത്തെ ഹെയർപിൻ വളവിലോട്ട് വണ്ടി വീണതാണെന്നുള്ളതും മനസ്സിലായത്. 5 പേര് അൺകോൺഷ്യസ് ആയിരുന്നായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അവരെല്ലാവരെയും പൊള്ളാച്ചി ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ 5 പേരിൽ ഒരാൾ വീണ്ടും പൊള്ളാച്ചി വെച്ചിട്ട് മരിക്കുകയാണ്. അതിനുശേഷം അതിനകത്തുള്ള ഒരാൾ പക്ഷേ ബാക്കിയുള്ള സർവൈവിംഗ് ആയിട്ടുള്ളതിനകത്ത് ഒരു കുട്ടി മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റേബിൾ ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള 3 പേരെ CMC കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ അവർ മാറ്റുകയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞ ഉടനെ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുകയും ബാക്കി എൻ്റെ ഹൈറാർക്കിലുള്ള എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പൊള്ളാച്ചി തമിഴ്നാട് പോലീസിൻ്റെയും അതുപോലെ തന്നെ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെയും ഭാഗത്ത് നിന്ന് ഭയങ്കര നല്ല രീതിയിൽ അവർ നമ്മളുമായിട്ട് വളരെ കോർഡിനേറ്റ്. നമുക്ക് ഒരു കാര്യം പോലും സത്യം പറഞ്ഞാൽ ഒന്ന് പുഷ് ചെയ്യേണ്ട പോലെ നമ്മൾ പറയുന്ന എല്ലാ കാര്യം അവർ കണ്ടറിഞ്ഞ് ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ പൊള്ളാച്ചിയിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രി മുഴുവൻ തന്നെ അവിടെ പൊള്ളാച്ചി സബ് കളക്ടർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ മെഡിക്കൽ ടീമായിട്ട് 5 ഡോക്ടേഴ്സിനെ അറ്റ് എ ടൈം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് 5 ഡോക്ടേഴ്സിന് അറ്റ് എ ടൈം ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് ഒരുമിച്ച് വന്നതാണ് ഇതിനകത്തൊരു നമുക്ക് ഇത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയതിൽ വലിയൊരു കാര്യം. പിന്നെ അവിടെ റിലേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാത്തിലും അവിടെ നമ്മുടെ DYSPs അല്ലാണ്ട് തന്നെ ഞാൻ എത്തുന്നതിന് മുന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം അവർ വന്ന റിലേറ്റീവ്സിനെ കൊണ്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യലും അതേപോലെ തന്നെ ഇൻക്വസ്റ്റിന് വേണ്ടിയുള്ള മൊഴിയെടുപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ സമയം കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ട്രാജഡിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ ഇത്രയും സഡൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ. എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ രീതികളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഈ സംഭവം ഉണ്ടായത് മുതൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഗവൺമെൻറ്റും സ്ഥല MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിലുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്
പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുന്നതുമാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില മുൻകരുതലുകളും മാനദണ്ഡങ്ങളും ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. സ്ഥലം എം എൽ എ കൂടെ കാര്യങ്ങൾ പറയും. ഇല്ല, അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും നമുക്ക് ആവശ്യം അധ്യാപകരാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്. കുട്ടികൾ വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ തന്നെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് സന്തോഷമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ നല്ലതാണ്. നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ്. ഒരു വിദ്യാലയത്തിൽ ഏതാണ്ട് ഒരധ്യാപക ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. കൂടാതെ യാത്ര പോയ 1-2 പേര് കൂടി നഷ്ടപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതവും വളരെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടായ പ്രയാസം വളരെ വലുതാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ സംയോജിതമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റും ഒക്കെ എടുത്ത നടപടികൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ മറ്റ് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് ചെയ്യുവാനും അത് നാട്ടിലെത്തിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റും മന്ത്രിയും ഒക്കെ പ്രത്യേക താല്പര്യമെടുത്തു. വാൽപ്പാറ യാത്രക്കിടെ ചിത്രീകരിച്ചതെന്ന് കരുതുന്ന ആശ ടീച്ചറുടെ ആ പാട്ടുകൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.